ഞങ്ങളിപ്പോൾ സൗത്ത് സിക്കിമിലുള്ള റവാംഗ്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ റവാംഗ്ല ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറി ഒരു ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാണ്. റവാംഗ്ല ടൗണും ഭാഗങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. മെല്ലെ നമുക്ക് ഈ വഴി കൂടെ ഒക്കെ നടന്ന കാഴ്ചകളൊക്കെ മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടുതലുണ്ട് കേട്ടോ. ഫുൾ കല്ലൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ്. അപ്പൊ ഇങ്ങനെ നടക്കാന്ന് പ്ലാനാണ്. കുറച്ച് ദൂരമുണ്ട്. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ടാക്സിയിൽ വരാം. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. അപ്പൊ ഇവിടെ അടുത്ത് ഒരു ബുദ്ധ പാർക്ക് ഉണ്ട് കേട്ടോ. ഒരു ബുദ്ധന്റെ വലിയൊരു പ്രതിമയൊക്കെ ആയിട്ട്, ഒരു സ്വർണ്ണത്തിന്റെ പ്രതിമയൊക്കെ ആയിട്ട്, സ്വർണ്ണത്തിന്റെ കളർ കേട്ടോ. ശരിക്കും സ്വർണ്ണമാണെന്ന് അറിയില്ല. നമുക്ക് ഹോം സ്റ്റേയിൽ നിന്നാൽ തന്നെ ഈ ബുദ്ധന്റെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് അത് അടുത്ത് പോയി ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. रवांगला कैसा लगा आप लोग? बहुत अच्छा लगा. ठंडा है ना? हाँ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് കേട്ടോ. ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഓണറിന്റെ ഭാര്യയും മകളുമാണ് കേട്ടോ. അപ്പോൾ അവര് എങ്ങോട്ടോ റവാംഗിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു അല്ലേ? താഴേക്ക് പോവാന്നാണ് പറഞ്ഞ. നമ്മളെ പോലെ തന്നെ ഈ കല്ലും വഴിയൊക്കെ അവര് ഇറങ്ങുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെയല്ല, അവര് മുമ്പിൽ നടന്നുപോയി. നമുക്ക് കൂടെ പോവാം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നിറച്ച് ഏലക്ക കൃഷിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാച്ചുകളായിട്ട് ഏലക്ക കൃഷിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്കിമാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് എലൈച്ചി എന്ന്. പക്ഷേ അതിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമുക്കൊരു സബ്സ്ക്രൈബർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അജയ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ എഴുതിയേക്കുന്നത് കേരളമാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രീൻ കാർഡമം, സിക്കിം ഇസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബ്ലാക്ക് കാർഡമം. അതായത് ഇവിടെ ബഡി എലൈച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേറൊരു വെറൈറ്റിയാണ്. ആ വെറൈറ്റിയാണ് സിക്കിമിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ 2 സൈഡിലും വെച്ച് പിടിപ്പിച്ചതും അല്ലാത്തതുമായിട്ടുള്ള നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. കൂടുതലും ഈ ഓറഞ്ചും മഞ്ഞ കളറും പൂക്കളാണ്. നല്ല രസമുണ്ട് ഇതിന്റെ നടുവ് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലായിടത്തും അതെ കേട്ടോ പൂക്കൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നമ്മുടെ ഹൗസ് ഓണർ അല്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ആ ചേട്ടൻ കുറേ പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നടത്താനൊക്കെ ഉണ്ടായപ്പോൾ നിറച്ച് പൂക്കളാണ് വഴിയിലൊക്കെ. അത് മാത്രമല്ല ഇവിടെ പൊതുവേ ഉള്ള വീടുകളുടെ മുന്നിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു വീട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ വീടിൻ്റെ ഒക്കെ റൂഫ് എന്ന് പറയുന്നത് മുളയോണ്ട് മേഞ്ഞുണ്ടാക്കിയേക്കുന്ന ഒരു റൂഫാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓലയോണ്ട് ചെയ്യില്ലേ, അതുപോലെ മുളയോണ്ടാണ് നെയ്ത് ചെയ്തേക്കുന്നത്. നമുക്ക് രാവിലെ റൂമിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ് നേരെ നോക്കിയാണ്ടല്ലോ കഞ്ചൻജംഗയുടെ നല്ലൊരു വ്യൂ കാണാം. പക്ഷെ നേരത്തെ എൻ്റെ മാത്രമേ കാണുള്ളൂ. കാരണം അതൊരു പെട്ടെന്ന് തന്നെ ഒരു 7 മണി കഴിയുമ്പോഴത്തേക്കും വ്യൂ പോകില്ല. അപ്പോൾ പീക്ക് ഉണ്ടാകുന്ന തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അത്ഭുതം എന്താണെന്നറിയോ, നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു ഐ ലെവലിലാണ്. പക്ഷേ ഈ കഞ്ചൻജംഗ വരുന്നത് നമുക്കൊരു 45 ഡിഗ്രി ആംഗിളാണ്. ഇവിടുന്ന് ഏകദേശം എയർ ഡിസ്റ്റൻസ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 50 കിലോമീറ്ററോ അല്ലേ, 50 കിലോമീറ്ററിന് അടുത്തുണ്ട്. അപ്പോൾ എന്നിട്ടും കൂടി എത്ര വലുപ്പമാണെന്നല്ല. കാരണം നമ്മളിപ്പോൾ ഒരു മലയിലേക്ക് ഇതേ ഇങ്ങനെയല്ലേ നോക്കുക, ഇത് ഇങ്ങനെയാണ് നോക്കണ്ടേ. അത് 60 കിലോമീറ്റർ അപ്പുറത്താണ്, 50 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നിട്ടും അത് എന്തൊരു ഹ്യൂജാണ്. ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ശരിക്കും പറഞ്ഞാണല്ലോ, ഇപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ വലുതല്ലേ. കഞ്ചൻജംഗ അതെ ആ ഒരു ലെവലിലാണ് വരിക. നമ്മൾ ആ കല്ല് പാവിയ റോട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. നിറച്ച് ചീവീടിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഇറങ്ങിയ പോയിന്റിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ മെയിൻ ടൗണിലേക്ക്. അപ്പോൾ ഇന്ന് ബായ് ദുജാണ് കേട്ടോ. അതായത് ഈ ബായ് ടീക്ക എന്നൊക്കെ പറയണ ഒരു ഫെസ്റ്റിവലാണ് ഇവരുടെ. അപ്പോൾ ഇവർക്കത് ഭയങ്കര, അതായത് നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ഉണ്ട്, ഈ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കര
ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് ബ്രദേഴ്സിന് ഇങ്ങനെ കുറി തൊട്ട് കൊടുക്കും. അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റിവലാണ് അത്. ദീപാവലി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഈ ഫെസ്റ്റിവൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഭായ്ദൂജ് കാരണം ടാക്സി സർവീസ് ഭയങ്കര കുറവായിരിക്കുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2-3 ടാക്സിയൊക്കെ കണ്ടു കേട്ടോ. എന്തായാലും നമ്മളിന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ നിൽക്കാൻ വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് ഭായ്ദൂജാണ്. ഞങ്ങൾ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ഫെസ്റ്റിവൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇതെല്ലാം വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓണർ ഇതല്ല, സിക്കിമീസ് അല്ല, ആള് ബംഗാളിയാണ്. അതുകൊണ്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു മോഡൽ ഫ്ലോറികൾച്ചർ സെൻറ്റർ ഉണ്ട്. ഈ ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ് ബ്രീഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു സെൻറ്ററാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഒരുപാട് ഈ പ്ലാന്റ് ബ്രീഡിങ്ങും പ്ലാന്റ്സിനെയൊക്കെ ഒരുപാട്, എസ്പെഷ്യലി പൂക്കൾ കേട്ടോ, അതിനെയൊക്കെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. സിക്കിം ആസ് എ സ്റ്റേറ്റിൽ ഏകദേശം 5000 കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ആയാലും ഒരുപാട് ഇങ്ങനെ ഈ എന്താ പറയുക ആന്തൂറിയം, റോസ് ഇതിനെയൊക്കെ മാസ് പ്രൊഡക്ഷനും കമേഴ്ഷ്യൽ ലെവലിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. നമ്മുടെ ഓണറല്ലേ ആൾ കുറേ ഓർക്കിഡ്സൊക്കെ നട്ടു വളർത്തുന്നുണ്ട്. അപ്പോൾ സിബിഡിയം എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കിഡ് ഉണ്ട്, ബോട്ട് ഓർക്കിഡ് എന്നാണ് അതിന് പറയുക. അതിന് നല്ല മണമൊക്കെ ഉണ്ട്, ഫ്രാഗ്രൻസ് ഉള്ളതാണ്. അത് ഏറ്റവും ഹൈ വാല്യൂ സിബിഡിയം ഓർക്കിഡ്സ് കിട്ടുക ഇവിടെ സിക്കിമിലാണ്. നമ്മൾ താമസിക്കുന്നത് ഈ മൗണ്ടൻ്റെ മുകളിലാണ് കേട്ടോ. അവിടെ എവിടെയോ കാണില്ല കേട്ടോ എവിടെയാണ് താമസിക്കുന്നത്, പക്ഷേ ഈ മൗണ്ടൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ ടിബറ്റൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏകദേശം 300 ഏക്കറോളം സ്ഥലം ടിബറ്റൻ റെഫ്യൂജീസിനായിട്ട് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഏകദേശം 1500 ടിബറ്റൻ റെഫ്യൂജീസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പോകാം, കാരണം ഇവിടെ നിന്ന് അടുത്താണ്, കാണുമ്പോൾ അടുത്താണെന്നുണ്ടെങ്കിലും ശരിക്കുള്ള അങ്ങോട്ട് റോഡ് പോകുന്നത് കുറേ ചുറ്റിയിട്ടാണ്. ഒരു 6-7 കിലോമീറ്റർ ചുറ്റി വരണം. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? അതെ, പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവിടെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. കാണുന്നുണ്ട്. എത്രത്തോളം നമുക്ക് അങ്ങോട്ട് എൻട്രി ഉണ്ടോയെന്ന് കൂടെ അറിയില്ല, കാരണം അവിടെ ആർമിയുടെ ഒരു പോസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എല്ലാം അവിടെ ആണോന്നും കൂടി അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ. ഇവിടെ മണ്ണിടിഞ്ഞ് പോയിട്ടാണോ അതോ റോഡ് വലുതാക്കണതിൻ്റെ ഭാഗമായിട്ടാണോ നിറച്ച് കുഴിച്ചും പൊളിച്ചൊക്കെ ഇട്ടേക്കാണ്. നിറച്ച് പൊടിയാണ്. നല്ല പൊടി. ഈ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, പെട്ടെന്ന് ലക്ഷ്മി റോഡിൽ നോക്കിയിട്ട് ദേ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചൊറിയാമ്പുഴ കേട്ടോ. അപ്പോൾ അതിൻ്റെ മേത്ത് നിറച്ച് രോമാണ്. ഇപ്പോൾ ഇവിടുത്തെ ഷീപ്പായാലും പട്ടിയായാലും യാക്കായാലും അതുപോലെ തന്നെ നേച്ചർ അതിനെ സൃഷ്ടിച്ചേക്കണത് അതിൻ്റെ മേത്ത് നിറച്ച് രോമാണ്. അത് ഈ തണുപ്പോണ്ടാണെന്ന് എനിക്കറിയില്ല, അതായിരിക്കില്ല അല്ലേ? പക്ഷെ അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. എന്തായാലും നിറച്ച് രോമമൊക്കെ ആയിട്ട് ചെമ്പരി ചൊറിയാമ്പുഴ. വരുന്ന വഴിക്ക് റോഡ് 2ആയിട്ട് തിരിയുന്നുണ്ട്. ആ കാണുന്ന വഴി റവാംഗ്ല പോകുന്നതാണ്. ഈ വഴി ബർഫങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഈ വഴി കൂടെ പോയാലാണ് ഇവിടെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, NIT ഒക്കെ ഈ വഴിയിലാണ്. പിന്നെ 7 മിറർ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ലേക്ക് ഉണ്ട്. പിന്നെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ഇതൊക്കെ ഈ വഴിക്കാണ് കേട്ടോ, ഈ ബർഫങ് റൂട്ടിലേക്കാണ്. നമുക്ക് ഇപ്പോൾ ഈ ബുദ്ധ പാർക്കിലേക്ക് പോകേണ്ടത് റവാംഗ്ലയ്ക്കാണ്. നമുക്കറിയാം. അങ്ങനെ നടന്ന് നമ്മളിത് റവാംഗ്ല ജംഗ്ഷൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ട്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്യാബ് കാര്യങ്ങളൊക്കെ കിട്ടുക എങ്ങോട്ട് പോകണമെങ്കിലും കേട്ടോ. നമ്മൾ നംചിന്ന് വന്ന് റവാംഗ്ല വന്നപ്പോൾ ഇറങ്ങിയതും ഈ ജംഗ്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വഴി നേരെ പോയാലാണ് ബുദ്ധ പാർക്കിലേക്ക് പോവുക. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി 1 കിലോമീറ്ററിൻ്റെ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ATMൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ATMs ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലൊന്നും ATM കിട്ടില്ല. ഇവിടെ ഒരു ഹിറ്റാച്ചിയുടെ ATM കണ്ടു. ആദ്യമായിട്ടാണ് ഹിറ്റാച്ചിയുടെ ATM കാണുന്നത് അല്ലേ? ഞാനും അതെ, ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ KTM ഉണ്ട്, പേരൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ എവിടെയും പൈസ ഇല്ല. അപ്പോൾ ദീപാവലി പ്രമാണിച്ച് ഇവിടെ എവിടെയും ATMൽ ക്യാഷ് ഇല്ല. നമ്മൾ നംചിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ നംചിയിലും ഒരൊറ്റ ATMൽ ക്യാഷ് ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ക്യാഷ് ഇല്ല. നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് രൂപയുള്ളൂ ബാക്കി. അപ്പോൾ ഇനി ബാങ്ക് തുറന്നാലേ നമുക്ക് ATMs ഒക്കെ റീഫില്ലായിട്ട് അവിടുന്ന് പൈസ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ താമസിക്കുന്ന ആൾ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ 500 രൂപ കടയിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ചാർജ് എടുത്തിട്ട് ബാക്കി പൈസ ക്യാഷായിട്ട് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ക്യാഷ് എടുക്കേണ്ടി വരും, അല്ലാണ്ട് ഓടില്ല മുന്നോട്ട്.
2 plain muffin or 2 coffee? A small one, plain muffin, small. നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തേക്കാണ്. ഇവിടെ ജോയ്സ് ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബേക്കറി കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുള്ളൊരു ചെറിയൊരു ബേക്കറിയാണ്. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ, മഫിൻസ്, പേസ്ട്രി, എന്താ പറയുക, വെജ് പാറ്റീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പിയും കണ്ടു, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വന്നത്. നമ്മൾ രാവിലെ ബ്രെഡൊക്കെ കഴിച്ചിട്ടേ പെട്ടെന്ന് വിശന്ന് തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഒരു കാപ്പിയും മഫിനും പറഞ്ഞു. പതുക്കെ സംസാരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ ഒരു കുഞ്ഞു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ആളാണ് ജോയ്സ് ട്ടോ. അപ്പോൾ ആളുടെ പേരിലാണ് ഈ ബേക്കറി. നല്ല രസമുണ്ട്. അതിങ്ങനെ പൊതച്ച് മൂടി കിടക്കണം. എന്ത് രസമാണെന്ന് അറിയോ, കണ്ണ് പറ്റാണ്ട് തിരിക്കിട്ട് നല്ല രസമുണ്ട് കാണാൻ. ബൈ. നല്ല റിഫ്രഷിങ് ആയി. അതവിടെ നിന്ന് കാപ്പി കുടിച്ചുകൊണ്ടൊന്നല്ല, ഞങ്ങൾ ആ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിച്ചു. ആ ചേച്ചി കല്യാണം കഴിച്ച് വന്ന കാര്യങ്ങളും കുട്ടിയായ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും പാർക്കിലേക്ക് പോവാണ്. നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ ചില ആൾക്കാരെ പരിചയപ്പെടില്ലേ, സെയിം വേവ് ലെങ്ത് ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ ജസ്റ്റ് ആ കടയിലിരുന്ന് ഒരിത്തിരി നേരം സംസാരിച്ചുള്ളൂ. ഭയങ്കര പാവമായിട്ട് എന്തെങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കില്ലേ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിയായതിൻ്റെയും കല്യാണം കഴിച്ച് പെട്ടെന്ന് കുട്ടിയായി, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ അത് കഴിഞ്ഞ് ശരിയായി, ഇപ്പോൾ ബാക്ക് ടു നോർമലായി, കുട്ടി വലുതായി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു കേട്ടോ. ये भाई दूज का है जी, भाई दूज के लिए. अच्छा अच्छा, आज मतलब वो है ना हम लोग का जो ब्रदर सिस्टर है. हाँ हाँ हाँ, सिस्टर हमको ये लगा. अच्छा अच्छा. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഒരാളെ പരിചയപ്പെട്ട കേട്ടോ. രാഹുൽ എന്നാണ് ഭായിയുടെ പേര്. ഭായി ഇങ്ങനെ ഇന്ന് क्या बोलते हैं आपके लैंग्वेज में? इसको आज भाईटी का है. भाईटी. टुडे इज भाईटी का. नेपाली में. ये नेपाली में इट इज आवर ट्रेडिशनल. सो टुडे आवर सिस्टर्स does tika and this mala and this is saipatri food. We call it saipatri food. സായ്പത്രി. Yeah. അപ്പോൾ ഇത് This is Dhaka topi. Dhaka topi. Nepali main. അപ്പോൾ ധാക്ക ടോപ്പിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രസമല്ലേ? Thank you. Hi. Thank you. Have a good day. ഈ രാഹുൽ ഭായ് ഉണ്ടല്ലോ, ഇവിടെ വി ഗാർഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ അടുത്ത് റോംപു എന്നാ Rangpur, Majitar, Mamring. മാമറിങ്, Yeah. റോംപു മാമറിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് വി ഗാർഡിൻ്റെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ വി ഗാർഡിലാണ്. അപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി വി ഗാർഡിലാണ് വർക്ക് ചെയ്യണതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ആ छुट्टिയാണ്, हाँ छुट्टी है अभी छुट्टी है. ഇന്ന് അവധിയാണ്. टुडे ऑल ओवर सिक्किम हॉलीडे. अच्छा ओके, ठीक है भाई, खुश बात. Thank you. नाइस मीटिंग. നമുക്കിനി ഒരു പകുതി വഴിയും കൂടെ നടക്കാനുണ്ട്. പക്ഷേ അതേ ബുദ്ധൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. വലിയൊരു സ്റ്റാച്ചു ആണ്. നമ്മുടെ മുരുദേശ്വറിലെ ശിവൻ്റെ ആ പ്രതിമയൊക്കെ പോലെ ഉണ്ട്. അത്രയും തന്നെ വലിപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. സ്വർണ്ണ കളറാണ് ബുധന്. തലയിലത്തെ മുടിക്കൊരു എന്താ പറയുക, ഒരു നീല കളറും അങ്ങനെയൊക്കെയാണ് അല്ലേ? പിന്നെ ആ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമുക്ക് അടുത്തെത്തി കാണല്ലേ നല്ലത്. ഇവിടെ നിന്ന് കണ്ട അതിൻ്റെ ഒരു ലുക്ക് കിട്ടില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോണേ. നല്ല മഴക്കാറ് വരുന്നുണ്ട് കേട്ടോ. എന്താവെന്നറിയില്ല. ഒരു സൈഡിൽ നല്ല മഴക്കാറുണ്ട്, മറ്റേ സൈഡിൽ കുറച്ച് നീല ആകാശമൊക്കെയാണ്. നടന്നിട്ട് എത്തുന്നില്ല. വിചാരിച്ച പോലെ അത്യാവശ്യം നല്ലോണം ദൂരമുണ്ട്. കയറ്റായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു പാർക്ക് പോലെ കേട്ടോ. ഒരു വലിയ പരുന്തും അല്ലേ, പിന്നെ ഒരു കരടിയുടെ എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു കാഴ്ചയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ബാക്കിൽ കാണാനല്ലേ ബുദ്ധൻ്റെ പ്രതിമ.
ഭയങ്കര ഹ്യൂജായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. കയറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. കാണാനും അതെ എന്ത് രസമാണ്. ഈ റവാങ്കല എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരർത്ഥം ഉണ്ട് കേട്ടോ. അപ്പോൾ ഭൂട്ടിയ ലാംഗ്വേജിൽ റാ എന്ന് പറഞ്ഞാൽ ഷീപ്പാണ്, വോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടൊക്കെ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകളല്ലേ, അതിനാണ് വോങ് എന്ന് പറയുന്നത്. വാങ്. ലാ എന്ന് പറഞ്ഞാൽ എന്താ? പാസ്. അപ്പോൾ റവാങ്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീപ്പൊക്കെ മേഞ്ഞ് നടക്കുന്ന ഗ്രാസ് ലാൻഡ്സ് ഉള്ള ഒരു പാസ്. അപ്പോൾ അതാണ് റവാങ്കല. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ധാരാളം മൊണാസ്ട്രീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബുദ്ധ പാർക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് ആൾക്കാർ വന്നിരുന്ന ഈ മൊണാസ്ട്രിയിലേക്കൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ബുദ്ധ പാർക്കാണ് ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ. ഒരു ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. നമുക്ക് കയറുന്നതിന് മുമ്പ് ഒരു 50 രൂപയുടെ പെർ ഹെഡ് 50 രൂപയാണ്. അപ്പോൾ തത്താഗത സ്ഥൽ എന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കോൺസെക്രേറ്റഡ് ആസ് തത്താഗത സ്ഥൽ ബൈ ഹിസ് ഹോളിനെസ് ദലൈ ലാമ ഓൺ 24th March 2013 in the presence of Honorable Chief Minister of Sikkim Sri Pawan Chamling and advisor to the HCM Sri Dorji Dazom Bhutia. ബുദ്ധന്റെ പ്രതിമ മാത്രമല്ല വലുത്, ഈ കോംപ്ലക്സ് മൊത്തം ഭയങ്കര വലുതാണ്. ഇവരുടെ കുറേ കഫേസും കുറേ ഈട്രീസ് ഒക്കെ കാണുന്നുണ്ട്. അതേപോലെ കയറി വരുമ്പോൾ തന്നെ അവർ പറഞ്ഞു വാഷ്റൂമിലേക്കുള്ള ഡയറക്ഷൻ പറഞ്ഞു തന്നു. മൊത്തത്തിലൊരു ഹ്യൂജ് സ്പേസ് ആണ് അല്ലേ? യെസ്, അടിപൊളിയാണ്. നല്ല വലിയൊരു ഏരിയ ആണ്. പിന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. നല്ല നീറ്റാണ് സ്പേസ്. 2013 ബുദ്ധൻ്റെ 2550th ബർത്ത്ഡേ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദലൈലാമ ഇനോഗ്രേറ്റ് ചെയ്ത ഒരു സ്റ്റാച്ചു ആണ് നമ്മുടെ പിന്നിലുള്ളത്. ഇത് 60 ടൺ കോപ്പർ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് റബോങ് മൊണാസ്ട്രിയുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ ബുദ്ധൻ ഉണ്ടല്ലോ നർസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടൻ ആണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. ആ മൗണ്ടൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് ഈ ബുദ്ധൻ്റെ പ്രതിമ ഉള്ളത്. ഇതിന് ഏകദേശം 40 മീറ്റർ പൊക്കുണ്ട്. 40 മീറ്റർ. ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ടല്ലോ ഇവിടെ റവാങ്കലയിലത്തെ ആൾക്കാരും സിക്കിം ഗവൺമെൻറ്റും കൂടി ചേർന്നാണ് കേട്ടോ ഇതിൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്തി അവരാണിത് പണിതത്. ഈ പ്രതിമേനേക്കാൾ ഭംഗി എനിക്ക് തോന്നുന്നു അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് തോന്നുന്നു അല്ലേ? നന്നായി ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ്ങും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എവിടെയും നമുക്കങ്ങനെ വേസ്റ്റ് കാണാം, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേസ്റ്റ് പൊതുവെ ഇവിടെ ഇല്ല കേട്ടോ. റവാങ്കലയിലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ആൾക്കാർ അതൊക്കെ യൂസൊക്കെ ചെയ്യുന്നുണ്ട് മിക്കതും. അപ്പോൾ എന്തായാലും ഈ പച്ചപ്പാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് തോന്നുന്നു. ബുദ്ധൻ്റെ സ്റ്റാച്യൂന് എത്താറാവുമ്പോൾ നമുക്ക് താഴെ ഈ ഗാർഡൻ്റെ ഇടയിൽ നമുക്കൊരു ഫൗണ്ടൻ കാണാൻ പറ്റും. ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന പോലെ തന്നെ ഫൗണ്ടനും വെൽ മെയിൻറ്റൈൻഡ് ആണ്. അങ്ങനെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ അങ്ങനെ ചെളി പിടിച്ച് കിടക്കുക, പൂപ്പലും പായലൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ഫൗണ്ടനാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബുദ്ധൻ്റെ സ്റ്റാച്യൂൻ്റെ നേരെ താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ആ ഒരു ഫൗണ്ടൻ. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ഇനിയും ഇത്രയും സ്റ്റെപ്പുകൾ കയറിയാലാണ് നമുക്ക് ബുദ്ധൻ്റെ സ്റ്റാച്യൂവിൻ്റെ താഴേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം കയറാനുണ്ട്. പക്ഷേ എപ്പോഴും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ സൈഡിൽ നിറയെ കുട്ടി കുട്ടി പൂക്കളും ഗാർഡനും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ നടക്കാൻ നല്ല സുഖമാണ്. ശരിക്കും അടുത്ത് പോയിട്ടോ. ഈ കോവിഡ് വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ രണ്ടുപേരുടെ ലങ്സിൻ്റെ എട്ടപ്പാട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും അതൊരു റിഗ്രറ്റായി കോവിഡ് വന്നത്. അത്രയും പ്രശ്നമാണ്. നമുക്ക് കുറച്ചൊരു പെട്ടെന്ന് നമ്മുടെ ലങ് കപ്പാസിറ്റി ഒക്കെ ശരിക്കും കുറഞ്ഞിട്ടുണ്ട് അല്ലേ? പണ്ട് നമ്മൾ സുഖമായിട്ട് ഇതൊക്കെ കയറി പോകാറുണ്ടായിരുന്നു.
പ്രേയേഴ്സ് ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ആ പ്രേയേഴ്സ് ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് തൊട്ടിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സൂത്തിങ് ഫീലിംഗ് ആണ്. ഈ ഒരു ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ചുറ്റും ഉണ്ടല്ലോ നമുക്ക് നടക്കാൻ അവരൊരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെമ്പിൾ എന്തോ സംഭവം ഉണ്ട് ഇത്ര. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. പക്ഷേ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ ചതിച്ച് നിങ്ങൾക്ക് ക്യാമറ കൊണ്ടുപോകാണ്ട് അകത്തേക്ക് കയറേണ്ടി വരും. അപ്പോൾ ഷൂസും കാര്യങ്ങളൊക്കെ അവിടെ ഊരിയിടാൻ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഞങ്ങളൊന്ന് അകത്ത് കയറട്ടെ, എന്നിട്ട് കയറിയിട്ട് വരാം. അതുവരെ നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കും. ഈ അകത്തെ ടെമ്പിളിലെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. നടുവിലൊരു സ്വർണ്ണ ബുദ്ധൻ്റെ പ്രതിമ, അതിന് ചുറ്റും ഒരു സർക്കിൾ പോലെ, അതായത് നമുക്ക് കുറച്ച് ഗ്ലാസ്സാണ്, കുറച്ച് വോളാണ്. അപ്പോൾ ഈ വോളിലൊക്കെ നിറച്ച് മ്യൂറലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. ശരിക്കും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇവൻ ക്യാമറ കയറ്റാൻ പറ്റില്ല, എന്നാൽ കയറ്റിയാൽ കൂടെ നമുക്ക് അതിൻ്റെ അത്ര ആ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റില്ല. അതിലൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഒരു ചെറിയൊരു സൈഡിലേക്ക് നടന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നിറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. അതെ, ഞങ്ങളിവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരം ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം ഇന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഇവരുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചാലോ. ഇവിടെ കുറേ ഈറ്ററീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലാണ്. നമുക്ക് ഗൂഗിൾ പേയും കൂടി എടുക്കുമെന്ന് നോക്കണം. ഞങ്ങൾ 2 ചായയും ഞാൻ നൂഡിൽസും ലക്ഷ്മി ചൗമീനും പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളൂ. പിന്നെ ബർഗർ അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ ഒന്ന് കഴിക്കാൻ ഒരു മൂഡ് വന്നില്ല. അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ വൈവൈ നൂഡിൽസ് ആണ് കേട്ടോ. വൈവൈ എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വയ്ക്കില്ലേ, വിനാഗിരിയൊക്കെ വയ്ക്കുന്ന പോലെ ഇവിടെ ഇതെന്താ ഒലീവാണ്. ഒലീവ് ഇതിങ്ങനെ വിനാഗിരിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്, ചെറി ടൊമാറ്റോ. ഇവിടെ എല്ലായിടത്തും ചായ ഇങ്ങനത്തെ ഒരു കപ്പ് ആൻഡ് സോസറിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഒരു സോസർ ഉണ്ടാവും, കപ്പ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ മൂടി വെക്കാനുള്ള ഒരു എന്താ പറയുക അടപ്പ് പോലെ അതെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിൽ വരുന്ന പ്രിന്റ്സ് ഒക്കെ നല്ല പ്രിന്റുകളായിരിക്കും. ഒരു ചൈനീസ് ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടാവും. ചൈനീസ് പോട്ടറി പോലത്തെ ഐറ്റംസ് ആണ്. ഭക്ഷണമൊക്കെ കഴിച്ചതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചുറ്റി തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ തത്ത ഗത്ത എന്നൊക്കെ പറഞ്ഞില്ലേ, പുറത്തേക്ക് അകത്തേക്ക് കയറുമ്പോൾ പൊട്ടത്തെറ്റാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ തഥാ ആഗത എന്നാണ് എന്ന് വെച്ചാൽ the one who has this right. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത് ഈ ബുദ്ധ പാർക്കിൻ്റെ വേറൊരു പേരാണ് ഈ തഥാ ആഗത എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടിപൊളി കാഴ്ചകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ.